പി പി താങ്കളുടെ ഒരു സുഹൃത്തു കൂടി മരിച്ചിട്ടുണ്ട്, കടുത്തുരുത്തിയിലെ മുൻ MLA PM മാത്യു. അപ്പം എനിക്കറിയാം ഒരുപാട് കാലം നിങ്ങൾക്ക് സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എങ്ങനെയാണ് പി ജെയിംസ് ഓർമ്മിക്കുക? SKN PM മാത്യു ഒരുപക്ഷെ MLA-മാർക്കിടയിൽ വലിയ രസികനായിട്ടൊരു ആളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഞങ്ങൾ പഴയ നിയമസഭയിലുള്ള കാലത്ത് രാത്രിയൊക്കെ സഭ ചേരുന്ന സമയത്ത് എല്ലാവരോടും വന്ന് ഈ പത്ര ഗാലറിയിൽ വന്ന് ഏറ്റവും കൂടുതൽ തമാശകൾ പറയുകയും ഒരുപാട് രഹസ്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്ന ആളാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ മാണി സാറ് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ അറിയപ്പെടുന്ന നേതാവായിരുന്നു. കടത്തുരുത്തി MLA ആയിരുന്നു. പിന്നീട് മാണി സാറുമായി തെറ്റിപ്പിരിഞ്ഞ് TM ജേക്കബിൻ്റെ കൂടെ പോയ 3 പേരിൽ ഒരാളാണ്. അന്ന് പ്രധാനപ്പെട്ട MLA-മാർ 3 പേര് പോയത് PM മാത്യുവും ജോണി നെല്ലൂരും മാത്യു സ്റ്റീഫനായിരുന്നു. അവരൊരു ടീമായിരുന്നു TM ജേക്കബിനോടൊപ്പം. പിന്നീട് അദ്ദേഹം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലേക്ക് തിരിച്ചു വന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ MLA-മാർക്കിടയിൽ രാഷ്ട്രീയത്തിന് അതീതമായി വലിയൊരു സൗഹൃദം സൂക്ഷിച്ചിരുന്ന ആളാണ്. രാഷ്ട്രീയത്തിലായാലും പുറത്തായാലും വലിയ രീതിയിൽ അദ്ദേഹം ഒരുപാട് തമാശകൾ പറയുന്നു. ഇപ്പോൾ ലോനപ്പൻ നമ്പാടൻ മാഷ് അടക്കമുള്ള നിയമസഭയിലെ രസികരായിട്ടുള്ള ആൾക്കാരുമായി ചേർന്നുകൊണ്ട് ഒരു ഈ തമാശകളൊക്കെ ചെയ്യുന്ന ഒരു സംഘം തന്നെ നിയമസഭയിൽ ഉണ്ടായിരുന്നു. അവിടെ വളരെ ടെൻഷൻ പിടിച്ച അവസ്ഥയിൽ ഈ എന്താ പറയുക സാമാജികരെ തമ്മിൽ ചിലപ്പോൾ അടിപിടിയുടെ വക്കത്തേക്കൊക്കെ പോവും. ആ സമയത്ത് ഇവർക്ക് ഇടയിൽ നിന്നുകൊണ്ട് ഇവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നൊരു വ്യക്തിയായിരുന്നു PM മാത്യു. PM മാത്യു ഇപ്പം ഞാൻ പത്രപ്രവർത്തന നിലയിൽ നമ്മളൊക്കെ പത്രപ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് വലിയ ബന്ധം ഞങ്ങളൊക്കെ ആയിട്ട് സൂക്ഷിച്ചിരുന്ന ആളാണ്. ഓഫീസിൽ വരും, കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകാറുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത് പ്രശസ്ത പത്രപ്രവർത്തകൻ ദീപികയുടെ റെസിഡൻ്റ് എഡിറ്ററായിരുന്ന T ദേവപ്രസാദിൻ്റെ മകനാണ്. അദ്ദേഹം എന്തായാലും കടന്നുപോയത് എൻ്റെ വീട്ടിൽ പലതവണ അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹം കടന്നുപോയത് വലിയ എന്താ പറയുക ഒരു നഷ്ടമായിട്ട് തോന്നുന്നു. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.